നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നോട്ട് നിയന്ത്രണത്തിലെ അഴിമതിയിൽ രാഹുൽ ഇന്നും മിണ്ടിയില്ല. അഗസ്റ്റ വെസ്റ്റ്ലാൻഡും നാഷണൽ ഹെറാൾഡ് ലാൻഡും കാണിച്ച് മോദി രാഹുലിനെ തളച്ചോ? നിരോധിച്ച നോട്ടുകൾ ഏറിയ പങ്കും ബാങ്കിൽ എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് തുടങ്ങിയ ഗരീബി കല്യാണ ഇനി എന്തിന്? മോദി പറഞ്ഞ 50 ദിവസത്തിൽ ഇനി 11 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആരൊക്കെ എന്തൊക്കെ ബാക്കിയാകും? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. രാഹുൽ ഇന്നും വാ തുറന്നില്ല. മോദി 50 ദിവസം തികയ്ക്കുമ്പോൾ എന്തൊക്കെ ആരൊക്കെ ബാക്കിയാകും? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് PK ബിജു MP, രാജ്മോഹൻ ഉണ്ണിത്താൻ, BJP പ്രതിനിധീകരിച്ച് ജന്മഭൂമിയുടെ പത്രാധിപർ ശ്രീ K കുഞ്ഞിക്കണ്ണൻ എന്നിവർ. നോട്ടുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്നും ഒന്നും പറഞ്ഞില്ല. അതാണ് ചർച്ചയുടെ തുടക്കം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നെങ്കിലും രാഹുൽ ഗാന്ധി പറയേണ്ടതായിരുന്നു എന്താണ് ഈ അഴിമതി, ഈ നോട്ട് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി വ്യക്തിപരമായി ഏത് രീതിയിലാണ് ഇടപെട്ടത് എന്ന്. രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷത്തുള്ളവർ ഇത്രയധികം രാഹുൽ ഗാന്ധിയോട് അത് അഭ്യർത്ഥിച്ചിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്നും ഒന്നും പറയാത്തത്? ലാലെ, സഭ ഇന്നലെയാണ് അവസാനിച്ചത്. സഭാ സമ്മേളനം നടക്കുന്ന സമയത്താണ് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റും പാർലമെൻറ്റ് അംഗവുമായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതരമായ ചില കാര്യങ്ങൾ തൻ്റെ ശ്രദ്ധയിലുണ്ടെന്നും അത് പാർലമെൻറ്റിനകത്ത് അദ്ദേഹം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞത്. അതൊരു ജനാധിപത്യ മര്യാദയാണ്. പാർലമെൻറ്റ് നടക്കുമ്പോൾ പാർലമെൻറ്റ് ഉത്തരവാദിത്തപ്പെട്ടൊരു സഭയിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. അകത്ത് പറയാൻ ആവശ്യമായ സമയം ചോദിച്ചിട്ട് സമയം അനുവദിച്ചില്ല. കാരണം ആ സമയം അനുവദിക്കാതെ വന്നു. ഇപ്പോൾ സഭ ഇന്നലെ പിരിഞ്ഞു. ഇപ്പോൾ സമയമുണ്ട്. അപ്പോൾ ആ സമയം ഇനി 2-3 ദിവസവും കഴിഞ്ഞാലും ഇത് പറയാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് തിരക്ക്. അക്കാര്യത്തിൽ ഒരു സംശയമുള്ളത്, അത് കഴിഞ്ഞ ദിവസവും ചോദിച്ചതാണ് പലരും. അതായത് രാഹുൽ ഗാന്ധിക്ക് ഇത് സഭയിൽ പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ അത് സഭയിൽ സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കണമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാത്തതും അതിനിടയിൽ നരേന്ദ്രമോദിയെ കാണാൻ പോയതും പ്രതിപക്ഷ പാർട്ടികളിൽ പലർക്കും അതിനകത്ത് എതിർപ്പുണ്ടായിട്ടും അങ്ങനെ ചെയ്തതും എന്തോ ഇതിനകത്ത് ഒളിക്കാനുണ്ട് എന്ന രീതിയിൽ ചിലർ കാണുന്നു. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ ആക്ഷേപം ആരൊക്കെ പറഞ്ഞാലും അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം കാലം പ്രധാനമന്ത്രിയാണ്. അപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പ്രധാനമന്ത്രിയെ കാണേണ്ട കാര്യങ്ങൾക്ക് ശ്രീ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അദ്ദേഹത്തെ കണ്ടേ മതിയാവൂ. കാരണം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പ്രധാനമന്ത്രി പരിഹരിക്കേണ്ടതായ വിഷയങ്ങൾ പ്രധാനമന്ത്രിയോടല്ലാതെ ആരോടാണ് പറയുന്നത്? അപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം. ഇവിടെ ഒരു കാര്യം തന്നെ ഞാൻ പറയാം. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് ഏകകണ്ഠമായി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കി. അവരിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഡിമോണിറ്റൈസേഷനെതിരായിട്ട് അതിശക്തമായ ഒരു പ്രമേയം പാസ്സാക്കിയില്ലേ? പ്രമേയം പാസ്സാക്കിയിട്ട് സർവകക്ഷി സംഘം എങ്ങോട്ടാണ് പോയത്? ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ. അപ്പോൾ പ്രധാനമന്ത്രി വ്യക്തിപരമായി എടുത്തൊരു തീരുമാനം റിസർവ് ബാങ്ക് അറിഞ്ഞിട്ടില്ല, ധനകാര്യമന്ത്രി അറിഞ്ഞിട്ടില്ല, തൻ്റെ കൊളീഗ്സ് അറിഞ്ഞിട്ടില്ല, ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ടില്ല. അപ്പോൾ വ്യക്തിപരമായി മന്ത്രിമാരെയൊക്കെ വിളിച്ച് അടുത്തിരുത്തി അദ്ദേഹം പറഞ്ഞൊരു തീരുമാനം, ആ തീരുമാനം ജനങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, യാതനകൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് എങ്ങോട്ടാണ് പോയത്? പ്രധാനമന്ത്രിയെ കാണാനാണ് പോയത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ പോയത്? അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് സർവകക്ഷി യോഗം പോകാൻ തീരുമാനിച്ചതുകൊണ്ട്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തോട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തെ എതിർക്കേണ്ട കാര്യത്തിലെല്ലാം ഞങ്ങൾ എതിർക്കും. പക്ഷേ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യം വന്നാൽ മുഖ്യമന്ത്രിയെ കണ്ടേ മതിയാകും. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ആ കാര്യം മുഖവിലയ്ക്ക് എടുക്കേണ്ടി വരും. പക്ഷേ അവിടെ ഒരു സംശയം വീണ്ടും ഉന്നയിക്കുക, ഈ വിമർശനം ഉന്നയിക്കുന്നവർ കാണുന്ന ഒരു കാഴ്ച, ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതിന് തൊട്ടു മുൻപ് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് തെളിവുണ്ട് കയ്യിൽ എന്നാണ്. പക്ഷെ കണ്ടുവന്ന് പുറത്തിറങ്ങിയതിന് ശേഷം സഭയിലുമില്ല, പുറത്തും ഇതുവരെയും അത് പറഞ്ഞില്ല എന്നുള്ളതാണ് കെജ്രിവാളിനെയും മമതാ ബാനർജിയെയും പോലുള്ളവരെ ചൊടിപ്പിക്കുന്നത്. ഇപ്പോൾ ലാലെ, കുഞ്ഞിക്കണ്ണൻ ഇരുത്തിക്കൊണ്ട് പറയാം,
കഴിഞ്ഞ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പും ആയതിനു ശേഷവും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു, സ്വിസ് ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകളുടെ പേര് വിവരം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഞെട്ടും എന്നാണ്. അപ്പം ഞെട്ടും, കോൺഗ്രസ് പാർട്ടി ഞെട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺഗ്രസ് പ്രസിഡന്റിന് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് വേണം, അല്ലെങ്കിൽ അവരുടെ മകൾക്ക് വേണം, അല്ലെങ്കിൽ മകളുടെ ഭർത്താവിന് വേണം. ഈ സ്വിസ് ബാങ്കിലെ അക്കൗണ്ടുകൾ വെളിപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് ഞെട്ടും. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പറഞ്ഞു, കോൺഗ്രസിനെ ജനങ്ങളുടെ മുമ്പിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. വർഷം 3 കഴിഞ്ഞു, അദ്ദേഹം പ്രധാനമന്ത്രിയായി. ഞങ്ങൾ ACC ഓഫീസ് തുറന്നു വെച്ച് കാത്തിരിക്കുക ഒന്ന് ഞെട്ടാൻ. എന്താ ഈ പ്രധാനമന്ത്രി ഞങ്ങളെ ഞെട്ടിക്കാത്തത്, ആ പേര് പറയാത്തത്? SIT ഉണ്ടാക്കിയല്ലോ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. SIT പിന്നെ കുറേ പേരുകൾ കൊടുത്തെന്ന് പറയും. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ആ പേര് പുറത്തു വിടുന്നില്ല, ഞങ്ങളെ ഞെട്ടിക്കുന്നില്ല? ഞങ്ങളതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഞെട്ടുമല്ലോ. കോൺഗ്രസിനെ തകർക്കാൻ കിട്ടിയ സുവർണമായ ഒരു അവസരം എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നില്ല? ശരി, അതുകൊണ്ട് ഒരു കാര്യം ലാലിനോട് ഞാൻ പറയാം, ഈ പ്രധാനമന്ത്രി ഞങ്ങളെ ഞെട്ടിക്കാനെടുത്ത 3 വർഷക്കാലം എന്തായാലും ശ്രീ രാഹുൽ ഗാന്ധി മോഡിയെക്കുറിച്ച് പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുന്നതിനുണ്ടാകില്ല. ദിവസങ്ങൾക്കകം അതുണ്ടായിരിക്കും, യാതൊരു തർക്കവും വേണ്ട. ശരി, ഈ അവസാനം പറഞ്ഞ വാചകത്തിലാണ് ഒരു വ്യക്തത കൂടി വരേണ്ടത്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില സംസ്ഥാനങ്ങളിലെ ഗോദയിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ജനങ്ങളുടെ മുമ്പാകെ ഇത് പ്രഖ്യാപിക്കാൻ പോകുന്നു, അത് രാഷ്ട്രീയമായി തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആരോപണം ഒരു വ്യവസായമാണല്ലോ. ആർക്കെതിരെ ആരും ആരോപണം ഉന്നയിക്കുന്നൊരു കാര്യം, അതിന് അടിസ്ഥാനം വേണ്ട, തെളിവുകൾ വേണ്ട. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗിനെതിരെ ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ഒരു ആരോപണമായിട്ട് വന്നിരിക്കുക. നടക്കാത്തൊരു ഡീലിൻ്റെ പേരിൽ ഒരു ആരോപണം കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിയെ അതുപോലെ കോൺഗ്രസ് കുടുംബത്തെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല, ഒരു ഭയത്തിൻ്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അത് പറയേണ്ട ആപ്റ്റ് സമയം, വേദി എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് പറയാൻ അദ്ദേഹം ഉറച്ചു തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് വെച്ചത് പറയണം. അതിനെന്തായാലും അവസരം കിട്ടിയില്ല. ഇനി യഥാസമയം വെളിപ്പെടുത്തൽ നടത്തേണ്ട സ്ഥലത്ത് വെച്ച് അദ്ദേഹം നടത്തിയിരിക്കും. അതിന് നിങ്ങൾ കാത്തിരുന്ന് മുഷിയേണ്ട. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് ഇപ്പോൾ ഭരണകൂടം എടുത്തിരിക്കുന്ന ഒരു നിലപാട്, BJPക്ക് ഒരു ആത്മവിശ്വാസം ഈ ദിവസങ്ങളിൽ കാണുന്നത് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം ഇന്ന് നാഷണൽ ഹെറാൾഡ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിലപാടുകളുമൊക്കെയാണ്. CBI അന്വേഷിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് എന്തായാലും ഒന്ന് ആലോചിക്കേണ്ടി വരും എന്നൊരു ആത്മവിശ്വാസമാണ് BJPക്ക് ഇപ്പോഴുള്ളത്. ലാലെ, ഈ 2 സംഭവങ്ങളും നടന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? നാഷണൽ ഹെറാൾഡിൻ്റെ കേസ് നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. അപ്പോൾ അതിനെക്കുറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് വെളിപ്പെടുത്താനുള്ള സകലവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഭയപ്പെടാനായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ അതേ സംബന്ധിച്ച് ഇപ്പോൾ CBI അന്വേഷണം ഈ വേളയിൽ എന്തിനാണ് വരുന്നത്? നമ്മളെ ഈ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർന്നാലും ഈ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയല്ലേ, CBI അവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഈ 2 കേസുകളും ഇതൊന്ന് കെട്ടടങ്ങിയതിന് ശേഷം, നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഒന്ന് പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചതിന് ശേഷം, ഈ രാജ്യത്തെ അരാജകത്വത്തിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം, ഈ അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനം കൊടുത്തതിന് ശേഷം അന്വേഷിക്കാമല്ലോ, CBI ഇരിക്കല്ലോ. ഇത് ഒരിക്കലും പിന്നെ ഇല്ലാതാകാൻ പോകുന്ന കാര്യമല്ലോ, അവിടെ നിലനിൽക്കുകയല്ലേ. എന്തുകൊണ്ടാണ് ഈ സമയം അതിനായി ഇവർ തിരഞ്ഞെടുത്തത്? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയോടുകൂടി കോൺഗ്രസിനെ തേജോവധം ചെയ്യാൻ, അപകീർത്തിപ്പെടുത്താൻ, അവഹേളിക്കാൻ ബോധപൂർവമായി നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ്. ഇത് വിജയിക്കാൻ പോകുന്നില്ല. ശ്രീ PK ബിജു, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെയാണ് പാർലമെന്റിന്റെ അവസാന നിമിഷം വരെ പോരാടിയത് എന്ന് വേണമെങ്കിൽ ആ വിഷയത്തിന്റെ സ്പിരിറ്റിൽ കാണാം. പക്ഷേ പല ഘട്ടങ്ങളിലും അവസാനത്തെ മണിക്കൂറുകൾ സംഭവിച്ച പല നിലപാടുകളും കാണുമ്പോൾ ആ രീതിയിൽ തന്നെ പൂർണ്ണമായി എത്തിച്ചേർന്നോ എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. ഇടത് കക്ഷികൾ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നിലപാടിനെയും ഈ കോൺഗ്രസ് ഇപ്പോൾ BJP പറയുന്നത് പോലെ ഒരു വലിയ ഇരട്ട പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്
ഈ അഗസ്റ്റ വെസ്റ്റ് ലാൻഡ് നാഷണൽ ഹെറാൾഡ് ലാൻഡ് കേസും ആ പ്രശ്നത്തിൽ പെട്ടുകിടക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഇവിടെ ഒടിഞ്ഞു എന്ന് കരുതുന്ന BJPയും ആണ് ഉള്ളത്. ഇതിനെ എങ്ങനെയാണ് ഇടതുപക്ഷവും മറ്റ് പ്രതിപക്ഷ കക്ഷികളും കാണുന്നത്? ലാലെ, ഈ നോട്ട് നിരോധന വിഷയത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാട് സുവ്യക്തമാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ നവംബർ 8 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അർദ്ധരാത്രി പ്രഖ്യാപിച്ച ഈ നോട്ട് നിരോധനം മൂലം ഇന്ന് ബഹുഭൂരിപക്ഷവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെ കാർന്നു തിന്നാൻ പോകുന്നു. അവർ അധ്വാനിച്ച് ബാങ്കിലിട്ട പണം എടുത്ത് ദൈനംദിന കാര്യങ്ങൾ നടത്താൻ കഴിയാത്ത വിധം ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് അതിഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷത എത്തിയിരിക്കുന്നു. ATM കൗണ്ടറുകൾ 2,14,000 ഉള്ളതിൽ ഏതാണ്ട് 25,000-നും 30,000-നും ഇടയിൽ മാത്രമുള്ള ATMിലാണ് ഇടയ്ക്കിടയ്ക്കെങ്കിലും പണം നിറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിച്ചത് 24,000 ഒരാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ കൊടുക്കാത്തത് എന്താണ്? നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന തുക എത്രയാണ് അത് പറയൂ. കാരണം രാജ്യത്തെ പ്രതിസന്ധി അത്ര ഗുരുതരമാണ്. കാരണം രാജ്യത്ത് നിരോധിച്ചത് ഇവിടെ 500-ഉം 1000 എന്ന് പറഞ്ഞാൽ 86% നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറൻസിയാണ്. അത് ഇല്ലാതായതോടുകൂടി ഇപ്പം അടിച്ചത് എത്രയാ? 4,76,000 കോടി എന്നാണ് പറയുന്നത്. അതിൽ 4 ലക്ഷം കോടിയും 2000-ന്റെ നോട്ടാണ് അച്ചടിച്ചിരിക്കുന്നത്. ആ 2000-ന്റെ നോട്ട് അച്ചടിച്ചിരിക്കുന്നെങ്കിലും അത് കൊടുക്കാൻ ബാങ്കുകളിലേക്കല്ല കൊടുക്കുന്നത്, കള്ളപ്പണക്കാരുടെ വീടുകളിലേക്കാണ്. ഇപ്പം ഇന്നും ഗുജറാത്തിൽ സൂററ്റിൽ ഒരു റെയ്ഡ് നടത്തി കോടിക്കണക്കിന് രൂപ പിടിച്ചു. അവിടെയാണ് മഹേഷ് ഷാ എന്നൊരു വ്യവസായി അഹമ്മദാബാദിൽ, അദ്ദേഹത്തിന് 13,000-ഓളം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ കൈവശം പിടിച്ചത്. അദ്ദേഹവും BJPയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് അദ്ദേഹത്തെ നാടകീയമായി അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം അന്ന് തന്നെ വിട്ടയക്കുകയാണ്. കാരണം അദ്ദേഹം വെളിപ്പെടുത്തിയ പേര് BJPയുടെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ പേരാണ്. BJP ദേശീയ പ്രസിഡന്റ് അമിത്ഷായ്ക്ക് എന്താണ് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അതെല്ലാം ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കള്ളപ്പണക്കാരാരാണ് എന്ന് പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കോൺഗ്രസ് കഴിഞ്ഞ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പം BJP കോൺഗ്രസിന് ഒരു ചെക്ക് വെക്കാൻ ഈ സമയത്ത് പുതിയ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ അവർ അന്വേഷിച്ച് അത്തരം ആളുകളെ പിടിക്കുക. ഇപ്പം അഗസ്റ്റ വെസ്റ്റ് ലാൻഡ് കഴിഞ്ഞാൽ ഇപ്പം കൽക്കരി കുംഭകോണം വരാം, അല്ലെങ്കിൽ 2G കുംഭകോണം വരാം. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഗവൺമെന്റ് വലിയ പ്രതിസന്ധി സാമ്പത്തിക കാര്യത്തിൽ നടത്തിയിട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് കോൺഗ്രസ് ആണ് അതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത്. ഇപ്പം രാഹുൽ ഗാന്ധി എന്ത് ബോംബ് പൊട്ടിക്കുമെന്നോ ഇത് നോക്കി രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? അപ്പം കോൺഗ്രസ് ഉൾപ്പെടെ 16 പാർട്ടികളാണ് പാർലമെന്റിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ആ 16 പാർട്ടികളെല്ലാം ഒരേ സ്വഭാവത്തിലുള്ളതല്ല. പക്ഷേ അവർക്ക് അവരുടെ സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പക്ഷേ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്തോ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുറത്തു പറയാൻ പോകുന്നു. ആ കാര്യത്തിൽ ഇനിയിപ്പോൾ അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ പറയുന്നു എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അവരുടെ പ്രതിനിധികൾ ആ രീതിയിലാണല്ലോ നമ്മുടെ ചർച്ചകളൊക്കെ പറയുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യത്തിൽ ഒരു വേവലാതിയും മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഇല്ല എന്നാണോ? രാഹുൽ ഗാന്ധി പറഞ്ഞ ആ കാര്യത്തെ നരേന്ദ്രമോദി കാണുന്നത് പോലെ തന്നെ തങ്ങളും ഗൗനിക്കുന്നില്ല എന്ന അതേ അളവിലുള്ള നിലപാടാണോ നിങ്ങൾക്കുമുള്ളത്? അല്ല ഡോക്ടർ ലാൽ, ഇത് മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി പറയാൻ പോകുന്ന പ്രധാനമന്ത്രി ഇടപെട്ടുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്, അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. അതിൻ്റെ തെളിവുകൾ പുറത്തു വരട്ടെ, നമുക്ക് അത്തരം കാര്യങ്ങൾ സ്വീകരിക്കാം. പക്ഷെ രാജ്യത്ത് ഈ സാമ്പത്തിക അരാജകത്വം ഉണ്ടാക്കുന്നതിന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ: കള്ളപ്പണക്കാരെ പിടിക്കും, അല്ലെങ്കിൽ കള്ളനോട്ടുകൾ നിരോധിക്കും, പിടിച്ചെടുക്കും, രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത വർദ്ധിപ്പിക്കും. ഇത് ഏത് കാര്യമാണ് നടക്കാൻ പോകുന്നത്? അച്ചടിച്ച നോട്ടുകളിൽ 15 ലക്ഷം കോടി ഉണ്ടെന്ന് പറഞ്ഞതിൽ ഇപ്പൊ 13 ലക്ഷം കോടി വന്നില്ലേ? ഇനി ഏതാണ്ട് 13 ദിവസം കൂടി ഉണ്ട്. അപ്പൊ അച്ചടിച്ച നോട്ടുകൾ മുഴുവൻ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ട് കള്ളനോട്ട്, കള്ളപ്പണമില്ല എന്നാണ്. കള്ളപ്പണം എന്ന് പറഞ്ഞാൽ നികുതി അടയ്ക്കാത്ത പണമാണ്. ഇപ്പൊ കള്ളനോട്ട് പോലും വെളുപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് തയ്യാറായി എന്ന ചോദ്യം വരികയാണ്. അതുപോലെ ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകണം, ക്യാഷ്ലെസ് എക്കണോമിയാണ്, പ്ലാസ്റ്റിക് മണിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ്
അംബാനിയുടെ ഒരു പരസ്യത്തിൽ 500 രൂപ വാങ്ങിച്ച ജിയോയിൽ മോഡലായി നിൽക്കുകയാണ് ആരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതുപോലെ പുതിയ പേടിഎമ്മുകൾ രാജ്യത്തുണ്ടാകുന്നു ക്യാഷ്ലെസ് എക്കണോമിക്ക് വേണ്ടി. അതിൽ നരേന്ദ്രമോദിയായിട്ട് നേരിട്ടുള്ള ബന്ധപ്പെട്ട ആളുകൾ അത്തരം സ്ഥാപനങ്ങൾ രാജ്യത്ത് രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദശലക്ഷക്കണക്ക് വരുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യനെ തെരുവിൽ നിർത്തിയിരിക്കുന്നു. ഈ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് അവസാനത്തെ ക്യൂ ആണെന്ന് നിൽക്കേണ്ടി വരില്ല. അത് 100 പേരുടെ കാര്യത്തിൽ ശരിയാണ്. കാരണം 100 പേര് ക്യൂ നിന്നപ്പോൾ തന്നെ മരിച്ചുപോയി. ബാക്കി എത്ര ആളുകൾ? ഇപ്പം ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു സമ്പൂർണ്ണമായി ക്യാഷ്ലെസ് ആക്കാൻ പറ്റില്ല, 7 മാസം കൂടി എടുത്തെങ്കിൽ ഈ അച്ചടിച്ച് നോട്ട് തന്നെ ഇവിടെ വരാൻ പോകും. കാരണം അതിനുള്ള പേപ്പറിനും മഷിക്കും ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. അതും കരിമ്പട്ടിയിൽ കിടക്കുന്ന ചില കമ്പനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അഴിമതിയുടെ വ്യാപ്തി നമ്മളിപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതലായി വരാൻ പോവുകയാണ്. അതിൽ ഒരെണ്ണം രാഹുൽ ഗാന്ധി പറയുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇപ്പോ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ അഴിമതിയുടെ കാര്യത്തിൽ ഒരു സംശയവും അവർക്കാർക്കുമില്ല. എന്ത് തെളിവാണ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് വിടാൻ പോകുന്നത് എന്ന കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇനി തെളിയിക്കാനുള്ളത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ നവംബർ 8-ന് സ്വന്തം ഇഷ്ടപ്രകാരം പ്രഖ്യാപിച്ചതുപോലെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ച് രാജ്യത്തെ മുഴുവൻ ലൈനിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉള്ളപ്പോൾ ആ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും ജനങ്ങളുടെ ദുരിതം തീർക്കാനും ശ്രമിക്കേണ്ടതിന് പകരം ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തോ പറയാൻ പോകുന്നു എന്ന് കേട്ട ഉടനെ തന്നെ 2 കേസുകൾ പുറത്തേക്ക് പെട്ടെന്ന് വരുന്നു. ആ കേസുകൾ അന്വേഷിക്കേണ്ടതെന്നല്ല, ആ കേസുകൾ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. അതിൻ്റെ പിന്നാലെ പോകുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു. എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത്? പ്രധാനമന്ത്രി ഏകപക്ഷീയമായി ഒരു പ്രഖ്യാപനം നടത്തി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രധാനമന്ത്രി ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിച്ച് വളരെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പേ രാഷ്ട്രപതിയെ കണ്ടു, കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷവും ഒരുപാട് പ്രഖ്യാപനം നടത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടിയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എത്ര മുമ്പേ നടത്തണം എന്ന് അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നുമില്ല. പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പേ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിഷ്കരണ നടപടി അതിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പേ രാഷ്ട്രപതിയോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതൊരു ജനാധിപത്യ മര്യാദയാണ്. ആ മര്യാദ അനുസരിച്ചും ബാധ്യതയനുസരിച്ചിട്ടും പ്രധാനമന്ത്രി ചർച്ച ചെയ്തതിന് ശേഷമാണ് നടപടിയിലേക്ക് പോയത്. അതിനുശേഷം നടപടി പറയുമ്പോൾ ശ്രീ കുഞ്ഞിക്കണ്ണൻ അവിടെ സംശയങ്ങൾ തീർത്തു പോട്ടെ. അതായത് ഇത്തരത്തിലൊരു നടപടി പറയുമ്പോൾ പ്രധാനമന്ത്രി തന്നെ അത് രാത്രി നേരത്തെ ദൂരദർശനിലോ ഏതോ ചാനലിലോ എവിടെയോ റെക്കോർഡ് ചെയ്ത് വെച്ചത് കാണിച്ചതെന്നാണ് പിന്നീട് ഒരു ആരോപണം വന്നത്. അപ്പോൾ തന്നെ അപ്പോഴുള്ള ഒരു ലൈവിൻ്റെ ഒരു പ്രസക്തി പോയി. അങ്ങനെ ഒരു രീതിയിൽ പ്രധാനമന്ത്രി പറയേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം നേരത്തെ റെക്കോർഡ് ചെയ്തത് പിന്നീട് സംപ്രേഷണം ചെയ്തതാണ് എന്നൊക്കെ ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു? ഇതൊക്കെ ഒരു ഊഹാപോഹങ്ങൾ പരത്തുക എന്ന് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷമൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ കുറിച്ചൊക്കെയാണ് പാർലമെന്റിൽ ചർച്ച വന്നത്. ആ കാര്യങ്ങൾ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ ഒരു കാര്യവും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇതെവിടെയാണ് ആദ്യം ചർച്ച ചെയ്തത്? പ്രധാനമന്ത്രിയോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ചർച്ചകളിൽ? ഇപ്പം എല്ലാം പ്രഖ്യാപിച്ചല്ലോ. പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടെങ്കിലും ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ടല്ലോ. ഞങ്ങൾ ഈ ദിവസമാണിത് ആലോചിച്ച് തുടങ്ങിയത്, ഇന്ന ആളുകളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ അംബാനി ഒന്നും കൂടെ ഇല്ലായിരുന്നു, ഊർജിത് പട്ടേലിന് മറ്റ് ബന്ധങ്ങളില്ലായിരുന്നു, ഈ 2000-ന്റെ നോട്ട് അച്ചടിക്കാൻ ഇന്നയാളാണ് ഉപദേശിച്ചത്, ഈ പ്രതിസന്ധി ഇത്ര ദിവസത്തിനകം തീരും, ഇന്ന സാമ്പത്തിക വിദഗ്ധരാണ് ഇത് അന്വേഷിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പറയാമല്ലോ. എന്തുകൊണ്ട് പ്രധാനമന്ത്രി എന്തൊക്കെ പറയണം എന്നുള്ളത് ഡോക്ടർ ലാല് നേരത്തെ ഒരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചിരുന്നെങ്കിൽ അതൊക്കെ പ്രധാനമന്ത്രി ആലോചിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി അല്പൊരു സാവകാശം എന്താ, പ്രധാനമന്ത്രി എന്ത് പറയണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം അനുസരിച്ചാണ് പ്രധാനമന്ത്രി പെരുമാറുന്നത്. പാർലമെൻറ്റിൽ ഇതൊക്കെ അറിയാമായിരുന്നല്ലോ. സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റ് സമ്മേളിക്കുന്നില്ലല്ലോ. സാധാരണ നിലക്ക് പ്രധാനമന്ത്രിക്ക് സ്വമേധയാ പ്രസ്താവന നടത്താനുള്ള ഒരു അവസരമെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രി ഇത് പറയായിരുന്നു. പക്ഷേ ചോദ്യോത്തര സമയത്ത് തന്നെ പാർലമെൻറ്റ് അടിച്ചു പിരിയുക എന്നുള്ളൊരു ഒരു പ്രത്യേകതരം പെരുമാറ്റം പ്രതിപക്ഷം ഒന്നടങ്കം
നടത്തിയത് കൊണ്ടാണ് ഈ എന്തുകൊണ്ടാണ് ശ്രീ പ്രശ്നങ്ങളൊക്കെ കുഞ്ഞിക്കണ്ണൻ അങ്ങനെ ഒരു എന്തുകൊണ്ട് നിലപാട് പ്രതിപക്ഷം പാർലമെന്റിൽ എടുത്തത്? പ്രതിപക്ഷത്തിന് ഇല്ലാത്ത വിധം പ്രതിപക്ഷത്തിന് ഒരു ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത നടപടിയാണ് പ്രഖ്യാപിച്ചതെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു. ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിലാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. മരണങ്ങളുണ്ടായി. ഈ ബാങ്കുകളിൽ എങ്ങനെയാണ് ആളുകൾ ക്യൂ നിൽക്കുന്നതെന്നും പണം കിട്ടുന്ന അവസ്ഥയും അങ്ങേക്കും അറിയാവുന്നതാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുമാണ്. പ്രധാനമന്ത്രി വളരെ നേരത്തെ തന്നെ പറഞ്ഞു, സുപ്രധാനമായ ഒരു തീരുമാനമാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായ ഒരു തീരുമാനമാണ്. നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വലിയൊരു തകരാറ് സംഭവിച്ചിരിക്കുന്നു. ആ തകരാറ് മാറ്റുന്നതിന് വേണ്ടി സമാന്തര സമ്പദ്ഘടന ഈ കാര്യത്തിൽ എത്ര കള്ളപ്പണം പിടിച്ചു? ഡിസംബർ 30 വരെ കാത്തിരിക്കും. കള്ളപ്പണം പിടിച്ചത് എത്രയാണെന്ന് എന്നോട് ചോദിക്കുകയാണോ? ഞാൻ പത്രം വായിക്കുന്നില്ലേ? നമുക്കിപ്പോ അറിയാവുന്ന പത്രം വായിക്കുന്നില്ലേ? അല്ല, ഡോക്ടർ ലാൽ പത്രം വായിക്കുന്നില്ലേ? ലക്ഷം കോടി രൂപ, ഏകദേശ രൂപം 14 ലക്ഷം കോടി രൂപയാണ് ഈ പറയുന്ന 500,000 നോട്ടുകൾ. ഇപ്പൊ ഏതാണ്ട് 13 ലക്ഷം കോടി എത്തിക്കഴിഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ആയിട്ടുണ്ടാകും കണക്കുകൾ പുതിയത് വരുമ്പോൾ. വന്ന 13 ലക്ഷവും പിന്നെ കള്ളപ്പണം അതിലില്ല എന്ന് ലാലിന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ശരി, ഈ വന്ന പണത്തിന്റെ പറയാൻ സമ്മതിക്കൂ. ഈ വരുന്ന പണത്തിന്റെ ഉറവിടം അന്വേഷിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കാണുന്നില്ല നമ്മൾ എത്ര കോടി, ഏതൊക്കെ ആൾക്കാർ, എങ്ങനെയൊക്കെ, എപ്പോഴൊക്കെ, ആരുടെയൊക്കെ പണമാണ് ഇത് ഈ ബാങ്കുകളിൽ വന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ലേ? അപ്പൊ പത്രത്തിന്റെ ആളാണ്, ആ നിലയ്ക്ക് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പുതിയ 2000 ഒക്കെയാണ് പിടിക്കുന്നത്. പുതിയത് മാത്രമല്ല, ഈ നവംബർ 8 മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഈ നവംബർ 8 മുമ്പ് എത്ര കള്ളപ്പണം പിടിച്ചു? എത്ര കള്ളപ്പണം പിടിച്ചു? ലാല് തന്നെ അങ്ങ് പ്രസംഗിക്കണം, എന്നെ പറയാനില്ല. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടല്ലോ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേണമല്ലോ ശ്രീ കുഞ്ഞിക്കണ്ണൻ. അതായത് നവംബർ 8 മുമ്പും കള്ളപ്പണം നമ്മുടെ രാജ്യത്ത് പിടിച്ചിട്ടുണ്ട്. എത്ര പിടിച്ചു? എത്ര കള്ളപ്പണം? എത്ര കുഴൽപ്പണം പിടിക്കുന്നു? ശേഷം പിടിച്ച നോട്ട് കെട്ടുകളുടെ 2000-ന്റെ നോട്ടുകൾ തന്നെ എങ്ങനെ പോയി? ബാങ്കുകളിൽ നിന്ന് പോയി. എല്ലാ ബാങ്കുകാരും സത്യസന്ധനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2 ലക്ഷം 1.5 ലക്ഷത്തോളം ബാങ്ക് ശാഖകളിൽ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ 10ഓ 50ഓ ബാങ്കിൻ്റെ മാനേജർമാർ വിചാരിച്ചാൽ പഴയതുപോലെ സമ്പന്നന്മാരെ സേവിക്കലാണ് ഞങ്ങളുടെ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ ഈ നോട്ട് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അത് ലക്ഷക്കണക്കിന് ശാഖകളിൽ 50-ൽ താഴെയുള്ള ബാങ്കുകൾ മാത്രമാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അത് വളരെ യുക്തമാണ്. അവരെയൊക്കെ പിടിക്കപ്പെടും. ഈ പറയുന്ന യുക്തി മനസ്സിലാകേണ്ടിയിരുന്ന ആളാണ് പ്രധാനമന്ത്രി. അതായത് രാജ്യത്തിന്റെ ബാങ്കുകൾ ഞാൻ വിചാരിച്ചാൽ മാത്രം നേരെയാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു നിലപാടുമായി മുന്നോട്ട് പോയാൽ രാജ്യത്തെ ആളുകൾക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അറിയേണ്ട ആളായിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം അത് മനസ്സിലാക്കാതെ, അങ്ങ് പറയുന്ന കാര്യം പോലും മനസ്സിലാക്കാതെ എങ്ങനെ പെരുമാറി? അല്ല, അതൊക്കെ അതുകൊണ്ടല്ല, മനസ്സിലായത് കൊണ്ടാണല്ലോ പ്രധാനമന്ത്രി കുറച്ച് ദിവസം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ശരീരത്തിൽ മാരകമായ ഒരു രോഗം വന്നാൽ ഓപ്പറേഷൻ വേണ്ടി വരും, വേദന ഉണ്ടാവും. കള്ളപ്പണം എന്ന രോഗം മാറിയില്ല, ഭീകരാക്രമണമാണ് ഇല്ലാതായത്. ഇന്നത്തെ പ്രധാന വാർത്ത പാംപോറിൽ ഭീകരാക്രമണം എന്നതാണ്. കാശ്മീരിലെ പാംപോറിൽ ഭീകരാക്രമണമെന്ന് അതൊക്കെ ഉണ്ടെന്നേ. അതിൻ്റെ ഇടയിൽ ഇതും നടക്കണം. ഒരേ സമയത്ത് പല കാര്യങ്ങളും നടക്കണം. അത് ചെയ്യാൻ കഴിവുള്ള പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യം പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, അത് അംഗീകരിക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറ. ഇതിപ്പം നരേന്ദ്രമോദി ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കണം. ഇപ്പം ബിജു നേരത്തെ പറഞ്ഞല്ലോ, സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാധാരണക്കാരന് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പരിപാടികളെല്ലാം ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. അതിനോട് സഹകരിക്കും. കള്ളപ്പണത്തിനെതിരെ, അഴിമതിക്കെതിരെ പൊരുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിന്റെ 12 ലക്ഷം കോടി തന്നെ വിടുകയാണ്. അതായത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇത് ചെയ്തത് എങ്കിൽ പാവപ്പെട്ട ആളുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് മറ്റുള്ള അതിഥികൾ തന്നെ പറയട്ടെ. പക്ഷെ ഞാൻ അങ്ങയോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. കാരണം ഇതിപ്പോൾ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ തർക്കം ഞാനും അങ്ങയും തമ്മിൽ വരുന്നത്. അത് തീരാൻ പോകുന്നുമില്ല, കാരണം ജനങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട്. മറ്റേ ചോദ്യം, ആദ്യമുള്ള ക്യൂ ഇപ്പൊ ഇല്ല ലാലേ. അതവിടെ പൈസ ഇല്ലാത്തതുകൊണ്ട് വെറുതെ പൈസ ആവശ്യക്കാർക്കൊക്കെ കിട്ടുന്നുണ്ട്. 24,000 കിട്ടുന്നില്ല. 24,000 പോലും അത്യാവശ്യം എനിക്ക് കിട്ടുന്നുണ്ട്. 2,500 രൂപ ഞാൻ എടുത്തു തരാം. 2000 തിരുവനന്തപുരത്ത് ഏത് ATM കിട്ടാത്തത്? 2,500 തരാം. 2,500 രൂപ തരാം. എന്റെ കോഡ് നമ്പർ തരാം. എനിക്ക് 2,500 രൂപ ഇന്ന് രാത്രി തരികയാണെങ്കിൽ അത് ബാങ്കിന്റെ നിബന്ധനകൾക്കെതിരാണ്. ഞാൻ ഡോക്ടർ ലാലിന്റെ അടുത്ത് പറയാം, ഞാൻ എൻ്റെ കാർഡ് കൊടുത്ത് 2,500 രൂപ കുഞ്ഞിക്കണ്ണൻ എടുത്തു തരികയാണെങ്കിൽ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ മുഴുവൻ സത്യമാണെന്ന് ഞാൻ പറയാം. ഒന്ന് എടുത്ത് തരട്ടെ. ഏതെങ്കിലും ഒരു പ്രത്യേക ATM ഉണ്ടെങ്കിൽ അത് ശ്രീ കുഞ്ഞിക്കണ്ണനെ പോലുള്ളവർക്ക് അറിയാമെന്നാണ് കുഞ്ഞിക്കണ്ണൻ പറയുന്ന ATM ഞാൻ പോകും.
കുഞ്ഞിക്കണ്ണൻ പറയുന്ന ATM പോവും, അവിടെ ഞാൻ കാർഡിടും, എൻ്റെ നമ്പർ എടുക്കും. പൈസ കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിക്കണ്ണൻ പറയണം ഈ പ്രധാനമന്ത്രി പാവങ്ങളുടെ പ്രധാനമന്ത്രി അല്ല, അത്രയും മാത്രം ചെയ്താൽ. ശരി ശരി, ഈ ഘട്ടത്തിൽ ശ്രീ PK ബിജുവിനും കൂടി എന്തോ പറയാനുണ്ട്. ശ്രീ PK ബിജു, എന്താണ് താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? ലാലെ, ബഹുമാനായിട്ടുള്ള ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞത് പാർലമെന്റിലെ ചില കാര്യങ്ങളാണ്. പ്രധാനമന്ത്രിയെ പാർലമെന്റിൽ പ്രസംഗിക്കാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. ശുദ്ധ വിവരക്കേടാണ് ലാലെ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ എപ്പോൾ പ്രസംഗിക്കണമെങ്കിലും കാര്യപരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ചേർക്കണം. ഞങ്ങൾ നവംബർ മാസം 16 മുതൽ ഡിസംബർ മാസം ഈ പാർലമെന്റ് കഴിയുന്ന 16 വരെ ഇരുന്നു. ഒറ്റ ദിവസം പോലും പ്രധാനമന്ത്രിയുടെ സുവോമോട്ടോ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പാർലമെന്റിനെ അഭിമുഖീകരിക്കും എന്നതോ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പ്രധാനമന്ത്രിയും BJPയും ഈ ചർച്ച പാർലമെന്റിൽ നടത്താതിരിക്കാൻ വേണ്ടിയുള്ള കുഞ്ഞിക്കണ്ണൻ ഇപ്പൊ PK ബിജു പറഞ്ഞത് അതാണ്. നമ്മൾ ടെലിവിഷൻ ചാനലിൽ കാണുന്നത് പോലെ അല്ല പാർലമെന്റിലെ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. അവിടെ നരേന്ദ്രമോദി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് തോന്നുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സിനിമയെ കാണുന്ന പോലെ പ്രസംഗിക്കാൻ പറ്റില്ല. കാര്യപരിപാടിയിൽ വേണം. സ്പീക്കറുമായിട്ട് നേരത്തെ ചർച്ചയിൽ അത് തീരുമാനിക്കപ്പെടണം. ആ ബിസിനസ്സിൽ അത് ചേർക്കണം. ഇത് പാർലമെന്ററി കാര്യം മന്ത്രിയൊക്കെ ഉൾപ്പെടെ തീരുമാനിക്കണം. അല്ലാതെ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ നമ്മൾ ഈ കാഴ്ചകൾ അവതരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ശ്രീ കുഞ്ഞിക്കണ്ണൻ. അല്ല, പ്രധാനമന്ത്രിക്ക് ഒരു അത്യാവശ്യ കാര്യം പാർലമെൻറ്റിനെ സഭയെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ സ്പീക്കറുടെ അനുമതിയോടുകൂടി കാര്യപരിപാടിയിൽ ഉൾപ്പെടാതെ തന്നെ പറയാവുന്നതാണ്. അത് ബിജു ഒന്നും കൂടി പരിശോധിക്കണം. എൻ്റെ വിവരക്കേടാണോ അതല്ല ബിജുവിന് പെശക് പറ്റിയതാണോ എന്ന് പരിശോധിക്കും. അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ, അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. പ്രധാനമന്ത്രിക്ക് മറ്റ് മന്ത്രിമാർക്ക് അത് അങ്ങനെ പറ്റിയെന്ന് വരില്ല. പ്രധാനമന്ത്രിക്ക് അങ്ങനെ പ്രത്യേക പ്രിവിലേജ് ഒക്കെ ഉണ്ട്. അത് ബിജു അത് പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാത്തതുകൊണ്ടാണ്. പ്രധാനമന്ത്രി പ്രിവിലേജ് ഉണ്ടായാൽ സാധാരണ നിലക്ക് 0 ഓവറിലാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുക. പാർലമെന്റ് 0 ഓവർ വരെ എത്തുന്നില്ല, അതിന് മുമ്പേ തല്ലിപ്പിരിയാണ്. ബിജു അടക്കമുള്ള ആൾക്കാർ വലിയ ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതിനകത്ത് ഒരു സംശയം അല്ല, ഒരു ജനാധിപത്യവും മര്യാദയും ഇല്ലാതെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കില്ല എന്ന ദുർവാശയോടുകൂടി ചിലർ പെരുമാറുന്നതാണ് ഈ. ശരി, അങ്ങ് അത് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടി, ഈ പറയുന്ന പാർലമെന്റിനകത്ത് വോട്ടോടുകൂടി നിങ്ങൾക്ക് ഇത്രയും ഭൂരിപക്ഷമുള്ള സമയത്ത് ഒരു ചർച്ച അനുവദിക്കുന്നതിൽ എന്തായിരുന്നു നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്? അതൊരു തെറ്റായ കീഴ്വഴക്കാണ്. പാർലമെൻറ്റിൽ അനാവശ്യമായി വോട്ടോട് കൂടിയുള്ള ചർച്ച ഈ വിഷയത്തിൽ വേണ്ട എന്ന സർക്കാരിൻ്റെ തീരുമാനം, ആ തീരുമാനം സ്പീക്കറെ അറിയിച്ചു. സർക്കാരിൻ്റെ തീരുമാനമാണ്. അതൊരു തെറ്റായ കീഴ്വഴക്കാണ്. അതിന് മുമ്പേ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട്? സർക്കാരിന് പേടിയില്ലല്ലോ. ലോകസഭയിൽ കൂടെയുള്ള ഘടകകക്ഷികൾ തന്നെ ശിവസേന ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ എതിർത്തു. അപ്പൊ NDAക്ക് അകത്ത് തന്നെ അതിനകത്ത് ഭിന്നിപ്പുണ്ട്. LK അദ്വാനിയെ പോലുള്ളവർ പോലും ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടിനെ പറഞ്ഞു പല ഘട്ടങ്ങളിലും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ കാര്യത്തിൽ അഭിപ്രായം എന്തുകൊണ്ട് വോട്ടെടുപ്പിലൂടെ അറിയാൻ ശ്രമിച്ചില്ല? LK അദ്വാനി അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞത് പാർലമെന്റ് ഇങ്ങനെ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അത് സർക്കാർ ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. അത് എല്ലാവരും സമ്മതിക്കുന്നത്. സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും സഹകരിച്ച് പാർലമെന്റ് നന്നായി നടത്തണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് ശരി. പക്ഷേ പ്രതിപക്ഷം ഏകപക്ഷീയമായി വെല്ലിലേക്ക് ഇറങ്ങുന്നു. സർക്കാർ പറഞ്ഞല്ലോ പലവട്ടം ചർച്ചയ്ക്ക് തയ്യാറാണ്. ആ സമയത്ത് ചർച്ചയ്ക്ക് തയ്യാറായോ? ഓരോ ദിവസം മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ നിലപാടുകളിൽ സംശയം ഉണ്ടാകുന്നത്, ആ ചോദ്യമാണ് ഞാൻ രണ്ടാമത് ചോദിക്കാൻ വന്നത്. അതായത് നിങ്ങളുടെ നിലപാടിൽ സംശയം ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ സംശയം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു, ആളുകൾ വേദനയുമായി മുന്നോട്ട് പോകുന്നു, അതിൽ തർക്കം നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിന്റെ പഴയ കേസുകൾ എടുത്തുകൊണ്ടുവരുന്നു. ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡും നാഷണൽ ഹെറാൾഡ് കേസും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സമാന്തരമായി അന്വേഷിക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് രാജ്യം വല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് ഇത് ഇങ്ങനൊരു രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കാതെ മാറ്റിവെക്കുകയോ ചെയ്യാമായിരുന്നു. അടുത്തൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കാമായിരുന്നു. അത് ചെയ്യാതെ എന്തുകൊണ്ടാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ എന്ന് നിങ്ങൾ തന്നെ പറയുന്ന, അവർക്ക് വിരളി ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ പറയുന്ന അവസരത്തിൽ ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത്? അപ്പോൾ നിങ്ങൾ അവരെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ഭംഗ്യന്തരേണ സമ്മതിക്കുകയല്ലേ? അല്ല, അതിപ്പോൾ ലാലിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അന്വേഷണ ഏജൻസികളെ സർക്കാർ ചട്ടുകമാക്കുന്നു എന്നാണ്. ആ ഒരു പരിപാടി NDA സർക്കാരിനില്ല. അന്വേഷണ ഏജൻസി എപ്പോൾ നടപടി സ്വീകരിക്കണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. അതിൽ രാഷ്ട്രീയ ഇടപെടൽ ലെവലേശമില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ മറ്റ് മറുഘട്ടത്തിലേക്ക് സ്വാഭാവികമായിട്ട് കടക്കും. അതാണ് സംഭവിക്കുന്നത്. ഒരു സർക്കാരിന് സാധിക്കില്ലേ ശ്രീ കുഞ്ഞിക്കണ്ണൻ? അന്വേഷണ ഏജൻസികളെ CBI
ഐ പോലെയുള്ള ഏജൻസികളെ ഒന്നും സർക്കാരിന് ഒട്ടും ഇടപെടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പലപ്പോഴും സർക്കാരുകൾ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയമുണ്ട്, ഒരു കാര്യത്തിലും ഉദ്യോഗസ്ഥന്മാരെ അനാവശ്യമായി രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നതിന് ഉപയോഗിക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായി. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങ് പറയുന്ന കോൺഗ്രസ് പറയുന്ന ഇത്തരം വേട്ടയാടലാണ് നടക്കുന്നത് എന്ന് പറയുന്ന കാര്യത്തിൽ അർത്ഥമില്ല. അല്ല, നമ്മൾ ഈ നവംബർ മാസം 8-ാം തീയതി ഇവിടെ കുഞ്ഞിക്കണ്ണൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിക്കണ്ണനും ലോക്കൽ ആലുവായിട്ടുള്ള ഒരു ഡിബേറ്റായി ഇത് മാറി. ഞാനും ബിജുവും കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങൾ ഇവിടെ ബിജു എനിക്ക് തോന്നുന്നു 2ാമത്തെ ടേമാണ് പാർലമെൻറ്റ് അംഗമാവുമെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ടേമിൽ ഈ പ്രധാനമന്ത്രിയല്ല ഇന്ത്യ ഭരിച്ചത്, മൻമോഹൻ സിംഗ് ആണ്. ബിജു പറയട്ടെ, എത്ര ദിവസം പാർലമെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ ഭരണപക്ഷത്തോട് പ്രതിപക്ഷം സഹകരിച്ചെന്ന് പറയട്ടെ, BJP സഹകരിച്ചെന്ന് പറയട്ടെ. ഒരൊറ്റ ദിവസം സഭ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിച്ച്. കഴിഞ്ഞ 5 വർഷക്കാലം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നടന്ന സഭാ സ്തംഭനവും ഇപ്പോഴത്തെ സ്തംഭനമായിട്ടെടുത്ത് പരിശോധിച്ച് അതിൻ്റെ 4 അയലത്ത് പോലും എത്തുമോ ഇപ്പോഴത്തെ? പറയട്ടെ, പ്രതിപക്ഷത്തിൻ്റെ ഇവിടെ പറയട്ടെ. ഞങ്ങളുടെ ഒറ്റ ചോദ്യം, നവംബർ 8-ാം തീയതി രാത്രി ഇദ്ദേഹം ഇത് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തായ്ലൻഡ് വഴി ജപ്പാനിൽ പോയി, പിന്നെ അവിടെ ഡ്രം അടിക്കുന്നു, അദ്ദേഹം PP പോകുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഗോവയിൽ വരുന്നു, അവിടെ പ്രസംഗിക്കുന്നു. ഗുജറാത്തിൽ വന്നു, അവിടെ പ്രസംഗിക്കുന്നു. ഉത്തർപ്രദേശ് വന്നു, അവിടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒറേറ്ററാണ്. ഒറേഷൻ ഈസ് ആൻ ആർട്ട് എന്നാണ് പറയുന്ന ഒരു കലയാണ്. ഇന്ന് നരേന്ദ്രമോദി വെല്ലാൻ ആ കലയിൽ മറ്റാരും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, നല്ല പ്രാസംഗികൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗ പാടവം ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്തുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നില്ല? പാർലമെൻറ്റ് ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ. അങ്ങ് 500 രൂപ നോട്ട് പിൻവലിച്ചു, അങ്ങ് 1000 രൂപ നോട്ട് പിൻവലിച്ച് കള്ളനോട്ട് ഇല്ലാതാക്കാൻ, കള്ളപ്പണം ഇല്ലാതാക്കാൻ, തീവ്രവാദം ഇല്ലാതാക്കാൻ ഇന്ത്യയിലെ മൈതാനങ്ങളിൽ പോയി പ്രസംഗിക്കുന്ന അങ്ങ് ഇന്ത്യൻ ജനകോടികൾ തെരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയച്ച ആ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പാർലമെൻറ്റിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കണം, കേട്ടിട്ട് അതിന് മറുപടി പറയണം. എന്നിട്ട് 3-2 ഭൂരിപക്ഷമുള്ള അങ്ങ് ഇത് വോട്ടിനിട്ട് ഇത് തള്ളിക്കളയണം. എന്തിനാണ് ഭയപ്പെടുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിനെ പേടിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഈ നവംബർ 8-ന് തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ പാർലമെൻറ്റ് സമ്മേളിക്കാനുള്ള തീയതി അനൗൺസ് ചെയ്തു. ഇതാദ്യമായിട്ടല്ല ഇന്ത്യയിൽ നടക്കുന്ന. 2 പ്രധാനമന്ത്രിമാരുടെ കാലത്ത് നടന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത്, മൊറാർജി ദേശായിയുടെ കാലത്ത് ഈ നോട്ട് പിൻവലിക്കൽ നടപടി ഉണ്ടായി. അന്ന് ഓർഡിനൻസ് വഴിയാണ് ഈ 2 പ്രധാനമന്ത്രിമാർ ചെയ്തത്. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഓർഡിനൻസിൻ്റെ പ്രതിബദ്ധത പാർലമെൻറ്റിനോടാണ്. 6 മാസത്തിനകം പാർലമെൻറ്റിൽ വരണം, ചർച്ച ചെയ്യണം, അത് പാസ്സാക്കണം. എന്തുകൊണ്ട് ഈ പ്രധാനമന്ത്രി പാർലമെൻറ്റ് സമ്മേളനം നടക്കാൻ പോകുന്നു, ഒരാഴ്ച കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ ഈ തീരുമാനം പ്രഖ്യാപിക്കാൻ? പിന്നെ ഇവിടെ ബിജു പറഞ്ഞ പോലെ 500-ൻ്റെ 1000-ൻ്റെ കള്ളനോട്ട് ഉണ്ടെങ്കിൽ അത് തീർന്നു കാര്യം. ഇനി അത് കച്ചവടം ചെയ്യാൻ പറ്റില്ല. 2000-ൻ്റെ അടിച്ചുകൊണ്ടിരിക്കുക, ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക, അത് ഉടൻ ഇറങ്ങും. 2000 ചേരുന്ന ഒരു 2000. അപ്പോൾ കള്ളനോട്ട് അടിക്കുന്നവർ ഇനി ഒരു ഷീറ്റ് അടിച്ചാൽ മതി, 2 ഷീറ്റ് അടിക്കണ്ട. അത് വരും. കള്ളപ്പണം എന്ന് പറയുന്നത് നോട്ട് കെട്ടുകളാക്കി ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പത്തായപ്പുരയിലോ വെച്ചിരിക്കുകയല്ല. അത് സ്വർണമായി, അത് വജ്രമായി, അത് നമുക്കറിയാം ഹവാലയിലായി, അത് റിയൽ എസ്റ്റേറ്റിലായി, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായി. ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളപ്പണം തടയാൻ ഈ നടപടി എടുത്തിട്ട് ഇന്ത്യയിലെ ഏത് കള്ളപ്പണക്കാരുടെ വീട്, ഓഫീസ് ഈ ഗവൺമെൻറ് റെയ്ഡ് ചെയ്തു? ഒരാളുടെ പേര് പറ. ഏതെങ്കിലും ഒരു കോടീശ്വരൻ കള്ളപ്പണം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ്റെ വീട്ടിലോ ഓഫീസിലോ ഈ പ്രധാനമന്ത്രി റെയ്ഡ് നടത്തിയോ? ശരി. ഏതെങ്കിലും ഒരു കള്ളപ്പണക്കാരൻ ഈ പണം എടുക്കാൻ ക്യൂവിൽ പോയി നിന്ന് മരിച്ചോ? ഒക്കെ പോട്ടെ, ഇവിടുത്തെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ വീട്ടിൽ ഒരു കല്യാണം വന്നാൽ 2.5 ലക്ഷം രൂപ, 500 കോടി രൂപ ചെലവാക്കി അവിടെ ഒരു കല്യാണം. ജനാർദ്ദൻ റെഡ്ഡിയുടെ, നിങ്ങളുടെ പഴയ ഒറ്റക്കാരിയുടെ, നിങ്ങളുടെ പഴയ പ്രസിഡന്റ് നിതിൻ ഗഡ്കരി 50 വിമാനങ്ങളാ ചാർട്ടർ ചെയ്തേ. നമ്മളൊരു ബസ് ചാർട്ടർ ചെയ്യാൻ പാവപ്പെട്ടവർ കാശ് ചോദിക്കുമ്പോൾ 50 വിമാനം, 3 സ്വീകരണം. ബിജു രമേശ് ഞങ്ങളുടെ നേതാവ് അടൂർ പ്രകാശിന്റെ മകനാ കെട്ടിയത്. എന്നാലും എവിടുന്ന് കിട്ടി ബിജു രമേശിന് ഇത്ര 2000? ആ കാര്യം അവിടെ നിൽക്കട്ടെ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ ശ്രീ PK ബിജുവിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇതിനുള്ള മറുപടികൾക്കൊപ്പം തന്നെ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്ന ഒരു പുതിയ യോജനയുണ്ടല്ലോ, ഈ ഗരീബി കല്യാൺ യോജന. ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഈ കള്ളപ്പണം മുഴുവൻ ബാങ്കിലേക്ക് എത്തില്ല. ഒരു 10 ലക്ഷം കോടിയൊക്കെ ആകുമ്പോഴത്തേക്കും ബാങ്കിലേക്കുള്ള വരവങ്ങ് നിൽക്കും. ബാക്കി 10-നും താഴെയാണ് പലരും ആദ്യം പറഞ്ഞത്. ഈ 10-ന് മുകളിലുള്ള ഒരു 5 ലക്ഷം കോടിക്ക് അടുപ്പിച്ച് വരുന്ന പണം മുഴുവൻ ഈ ഗരീബി കല്യാൺ യോജനയിൽ നിക്ഷേപിക്കും. അങ്ങനെ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ കല്യാണം നടത്തിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് പറഞ്ഞത്. ഇപ്പോൾ 13 ലക്ഷം കോടിയോളം വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഈ ഗരീബി കല്യാൺ യോജന എന്തിനു വേണ്ടിയിട്ടാണ്?
ഈ കല്യാണ യോജന എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാനല്ലേ? അല്ല, കല്യാണം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ക്ഷേമ പരിപാടികൾ എന്ന് പറയുമ്പോൾ കല്യാണം പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ നടത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാവും അക്കൂട്ടത്തിൽ. അതെ, അതുകൊണ്ട് അത് പറഞ്ഞതാണ് ഇവിടുത്തെ BJP-ക്കാർ തന്നെ അത് ചർച്ചകളിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പാവപ്പെട്ടവരെ കല്യാണം ഉൾപ്പെടെ അതും വരും, സമൂഹ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിൽ വരും. പാവപ്പെട്ടവരെ, ഞാനെന്ന് നേരത്തെ പറഞ്ഞല്ലോ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ സർക്കാർ നിരന്തരമായി 2 ആഴ്ച കൂടുമ്പം ഒരു പദ്ധതി എന്നുള്ള നിലക്ക് പ്രഖ്യാപിക്കുന്നതെല്ലാം സാധാരണ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആൾക്കാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം മരം മറിഞ്ഞ് കാട് കാണാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പം പ്രതിപക്ഷത്തിനുള്ളത്. നരേന്ദ്രമോദിയെ ഫോക്കസ് ചെയ്തപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം പോലും ഈ പരിപാടി എന്താണ്? ഈ പരിപാടി പാവപ്പെട്ട ആൾക്കാരെ സമുദ്ധരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പണം എവിടെ നിന്നാണ്? അതിനുള്ള പണത്തിന്റെ കാര്യമല്ലേ ഈ യോജന. പക്ഷെ ആ പണം ഇനിയിപ്പോൾ എവിടുന്ന് കണ്ടുപിടിക്കും? ഈ പറയുന്ന 2 കാര്യങ്ങളാണ് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ. അതായത് പല കാര്യങ്ങളും റിസർവ് ബാങ്ക് ആദ്യം പറയുന്നതൊക്കെ തിരുത്തി 23, 28 സർക്കുലർ ഇറക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ കാര്യത്തിൽ ഗരീബി കല്യാൺ യോജനയുടെ കാര്യത്തിൽ നോക്കുക, ഈ ബാങ്കിൽ എത്താത്ത കള്ളപ്പണം വേണം അതിനകത്തേക്ക് നിക്ഷേപിക്കാൻ. പക്ഷേ മാർച്ച് 31 വരെ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇഷ്ടം പോലെ ടാക്സ് കൊടുത്തുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കാം. അപ്പോൾ ഏത് കള്ളപ്പണമാണ് നിങ്ങൾ പിടിച്ച് ഇതിനകത്ത് ഇടാൻ പോകുന്നത്? എല്ലാം വെളുപ്പിക്കില്ലേ? കള്ളപ്പണത്തിന് അതിന് 50%, 75% ഈ നിക്ഷേപിക്കണം. ടാക്സായിട്ട് 50% കൊടുക്കണം. 25% നിശ്ചിത കാലാവധിക്ക് ഡെപ്പോസിറ്റ്. ബാക്കി വരാനുള്ള 1 ലക്ഷം കോടിയുടെ കാര്യത്തിലാണോ ഈ പറഞ്ഞത്? 25 ലക്ഷം മാത്രമേ ആരാണോ കാശ് കൊണ്ട് അടക്കുന്നത് അയാളുടെ കയ്യിൽ കൊടുക്കൂ. ബാക്കി 50% സർക്കാരിലേക്ക് പോകും. 25% വെറുതെ ഒന്ന് ഊഹിച്ചു നോക്കുക ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, ഒന്ന് പറയട്ടെ, നിങ്ങളുടെ സംശയം തീരും. ഈ ഒരു കാര്യം കൂടെ കേൾക്കൂ. നിങ്ങളുടെ സംശയം ഞാൻ പറഞ്ഞു തീരുമ്പോൾ നിങ്ങളുടെ സംശയം തീരും. ഈ 13 ലക്ഷം 11.5 ലക്ഷം രൂപ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അത് 13 ലക്ഷം 13 ഇനിയല്ല 14 തന്നെ നിങ്ങൾ പറഞ്ഞാലും ഞാനത് സമ്മതിക്കാം. ആ 14 ടാക്സ് അടക്കുന്ന കാശല്ല. അപ്പോൾ ആര് നിക്ഷേപിച്ചു എന്നതിനെ കുറിച്ചുള്ള പരിശോധന വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണക്കിൽപ്പെടാത്ത കാശാണെങ്കിൽ അതൊക്കെ ഈ ലെവലിലേക്ക് അങ്ങ് പോകും. ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, ഇതൊക്കെ മുൻകാലങ്ങളിലും ഇങ്ങനെയുള്ള കാശുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ വരും. അതൊക്കെ ആദായ നികുതി വകുപ്പ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും 7 വർഷം വരെയാണ് ചുരുങ്ങിയ അർത്ഥത്തിൽ ഈ ഒരു ഇടപാട് നടത്താനായിട്ട് എടുക്കുക. പഴയ കാലം പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ്, അതാദ്യം മനസ്സിലാക്കി. ഏത് പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും ന്യായമായി പ്രവർത്തിക്കുകയാണെങ്കിൽ 5 വർഷമെങ്കിലും എടുക്കുന്നുള്ളത് നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ വഴി അതാണ്. ഇത് പരാജയപ്പെടുത്താൻ വേണ്ടി സംഘടിതമായി ചില വളരെ ചെറിയ സംഖ്യ ആയിരിക്കും ചില ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ശ്രമിക്കുന്നു. അതിനെയൊക്കെ അതിജീവിക്കാൻ ഇന്നത്തെ സർക്കാരിന് സാധിക്കും. അങ്ങ് പറയുന്ന ആ കാര്യങ്ങൾ ഇപ്പൊ പുതിയൊരു അറിവാണ്. ഇതല്ല BJP നേരത്തെ പറഞ്ഞത്. ഈ പറഞ്ഞ 10 ലക്ഷം കോടിക്ക് മുകളിലുള്ള 5 ലക്ഷം കോടി വരുന്നതിനെ കുറിച്ചാണ്. ആ 5 ലക്ഷം കോടി ഇപ്പൊ ഇല്ല എന്ന് പറയുന്നു. 1 ലക്ഷം കോടിയാണെങ്കിൽ അതിൽ 50% താഴെ, അതായത് ഏതാണ്ട് 30,000 കോടിയോളം രൂപ മാത്രമാണ് ഇനി ഇതിനകത്തേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ ഈ 30,000 കോടി രൂപയ്ക്ക് വേണ്ടിയാണോ ഈ 4 ലക്ഷം രൂപ ഇത്രയും ചെലവാക്കി ഇത്രയും വലിയ 30,000 കോടി രൂപ എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് ലാലിന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നതാണ്. ഈ കണക്ക് നാളെ എല്ലാവരും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. സർക്കാർ പറഞ്ഞിട്ടില്ല, റിസർവ് ബാങ്ക് പറഞ്ഞിട്ടില്ല, വേറെ ഒരു സാമ്പത്തിക വിദഗ്ധന്മാരും പറഞ്ഞിട്ടില്ല. നമ്മൾ ചില ആൾക്കാർ ഒരു ഊഹാപോഹങ്ങൾ പരത്തി ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞൊന്നും ഇതിനകത്ത് നടക്കുന്നില്ല. ശ്രീ പി കെ ബിജു, ഈ ഗരീബി കല്യാൺ യോജനയുടെ കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചാണ് ഇനി 50 ദിവസം തികയ്ക്കുമ്പോൾ സർക്കാർ ജനങ്ങളുടെ മുമ്പാകെ എത്താൻ പോകുന്നത്. എന്താണ് നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ലാലെ, ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ കള്ളപ്പണക്കാരുടെ പണം കൊണ്ട് രാജ്യത്തെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാമെന്നാണ് ഇപ്പം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് കരുതുന്നത്. കള്ളപ്പണം ഇനി എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ അതെല്ലാം വെളുപ്പിച്ചു കൊടുക്കാൻ BJPയുടെ ഗവൺമെന്റ് സന്നദ്ധമായിരിക്കുന്നു എന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മഹേഷ് ഷാ നമ്മുടെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ അദ്ദേഹം 13,600 കോടി രൂപ അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹം സാധാരണക്കാരനായ ആളായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓട്ടോറിക്ഷയിൽ മാത്രമേ അദ്ദേഹം സഞ്ചരിക്കാറുള്ളൂ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആരുടെ പണമാണ് എന്ന് വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ അന്ന് തന്നെ വിട്ടു എന്നാണ് പറയുന്നത്. ഇപ്പം ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് രാജ്യത്തെ ഇവിടെ മുഴുവൻ അറസ്റ്റ് ചെയ്യാണ്. ഒറ്റയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് ആക്കിയിട്ടുണ്ടോ? ശ്രീ മോദി 2.5 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ആദ്യത്തെ നടപടി കള്ളപ്പണക്കാരെ പിടിക്കും. അവർ ലിസ്റ്റ് സ്വിസ് ബാങ്കിൽ നിന്നും ജർമ്മൻ ബാങ്കിൽ നിന്നും ഞാനിവിടെ ശേഖരിച്ചിട്ടുണ്ട്.
ആ നടപടി സ്വീകരിക്കും. ഏതെങ്കിലും ഒരു നടപടി ഇന്ത്യയിലെ കള്ളപ്പണക്കാർക്കെതിരെ 2.5 വർഷം കൊണ്ട് BJP സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പൊ കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്ന നടപടി, അവരെ നമ്മുടെ രാജ്യത്തിന് രക്ഷപ്പെടാൻ അനുവദിക്കുന്ന നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് കള്ളപ്പണക്കാരെ സംരക്ഷിക്കുമെന്ന് പറയുന്നത്, പിടിക്കുമെന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയും ഇന്നത്തെ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. 2, ഈ നടപടി മൂലം രാജ്യത്തെ എല്ലാ മേഖലയും വലിയ തകർച്ചയാണ്. ശ്രീ കുഞ്ഞിക്കണ്ണനിവിടെ പറഞ്ഞു, പാവങ്ങൾക്ക് വേണ്ടിയാണ്, പാവങ്ങളുടെ കൃഷിക്കാരാണ്, പാവപ്പെട്ട കൃഷിക്കാരാണ് ഛത്തീസ്ഗഡിൽ. അവർ 1 റുപ്പിയാണ് 1 കിലോ തക്കാളിക്കായ്ക്ക്. അത് കൊടുക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് ട്രക്കുകളിൽ കൊണ്ടുവന്ന് റോഡിൽ വെതറുകയാണ് തക്കാളി. 40% സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കാർഷിക മേഖല മാറി. 60% വ്യാവസായിക രംഗത്തെ മുരടിപ്പുണ്ടായി. ഇത് ഇപ്പൊ RSS കാര്യാലയം പോലും ഇപ്പം നരേന്ദ്രമോദിയുടെ നടപടിക്കൊപ്പം നിൽക്കുന്നില്ല. ഇന്ന് സുബ്രഹ്മണ്യ സ്വാമി ഇന്നലെ നടത്തിയ പ്രസ്താവന കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കും. ഇത് ലോകത്ത് പല രാജ്യങ്ങളും കറൻസി പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ കറൻസി പിൻവലിക്കുന്നതിൻ്റെ ആഘാതം അവിടുത്തെ ജനങ്ങളിൽ ഒന്നും പ്രതിഫലിക്കാൻ ആ ഗവൺമെൻറ് ഇത് അനുവദിച്ചിട്ടില്ല. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പം ഇത്രയേറെ നീണ്ട ഒരു കാലയളവ് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ അസാധാരണപരമായ നടപടിയിലൂടെ ഇത് നിർവഹിക്കേണ്ടതായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? അപ്പം ജനങ്ങളെ വലിയ പ്രയാസപ്പെടുത്തുക, കള്ളപ്പണക്കാരെ സംരക്ഷിക്കുക എന്ന സമീപനമാണ്. ഇന്നലെ ഞാൻ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഉത്തർപ്രദേശിൽ ആഗ്രയിൽ ഒരു ജവാൻ, അദ്ദേഹം കാശ്മീർ ബോർഡറിൽ നിന്ന് വെടിയേറ്റ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് മാരകമായിട്ടുള്ള പരിക്ക് പറ്റിയ ആളാണ്. അദ്ദേഹത്തിന് 15,000 രൂപ പെൻഷനുണ്ട്. 7 ദിവസം അദ്ദേഹം പണം വാങ്ങിക്കുന്നതിന് വേണ്ടി വിവിധ കൗണ്ടറുകൾ പോയി. അവസാനം ഒരു സ്ഥലത്ത് പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വെടിവെച്ച് ആത്മഹത്യ ചെയ്യാണ്. അപ്പൊ രാജ്യത്തെ പട്ടാളക്കാരത്തിന്റെ പേര് പറയുക, രാജ്യത്തെ പാവങ്ങളുടെ പേര് പറയുക, അതിൻ്റെ എല്ലാം പേരിൽ കോർപ്പറേറ്റ് മുതലാളിമാര് സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും. ഇടവേളയിലേക്ക് പോകേണ്ട സമയം ആയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചെത്താം. എന്തായാലും ഇപ്പോൾ ഇവിടെ അഭിപ്രായപ്പെട്ടതുപോലെ പാവങ്ങൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് കണ്ട ഒരു കാഴ്ച, സ്ത്രീകൾക്ക് നേരെ ബാങ്കുകളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തോക്കിൻ്റെ പാത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്ന രംഗങ്ങളാണ്. എന്തുകൊണ്ട്? നമുക്ക് അവസാനത്തെ കുറച്ച് നിമിഷങ്ങളാണ് ചർച്ചയിലേക്കുള്ളത്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ പറയുന്ന രീതിയിൽ പാവങ്ങൾ കഷ്ടപ്പെടുമ്പോഴാണ് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൻ്റെ പ്രത്യേക ചില നിലപാടുകൾ പുറത്തേക്ക് വന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ആദായ നികുതി ഇളവ് പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വലിയ തർക്കത്തിന് ഇടയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒക്കെ പറയുകയാണെങ്കിൽ എവിടെയാണ് ഈ കള്ളപ്പണ വേട്ടയ്ക്കുള്ള ഒരു അവസ്ഥയുള്ളത് എന്ന സംശയം വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു. ഈ നോട്ടുകളെല്ലാം തിരിച്ചെത്തുന്നു. പിടിക്കുന്ന കള്ളപ്പണത്തിൽ പലതും 2000 രൂപയുടെ പുതിയ നോട്ടുകളാണ്. ഈ പറയുന്ന ഗരീബി കല്യാൺ യോജനയിൽ എത്തുന്ന നോട്ടുകൾക്ക് ഈ കുറവ് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. കണക്കൂട്ടലുകൾ തെറ്റുന്നു. ഭീകരാക്രമണം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ ഇളവുകളും ഒക്കെ പറയുകയാണെങ്കിൽ പഴയ അവസ്ഥയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്? നിങ്ങൾക്കിതൊരു വലിയ ഡ്രാമ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതുണ്ടോ ശ്രീ കുഞ്ഞിക്കണ്ണൻ? അല്ല, ഈ ഗരീബ് കല്യാൺ യോജനയെക്കുറിച്ച് ലാൽ ഉന്നയിക്കുന്ന സംശയം അസ്ഥാനത്താണ്. കാരണം വെച്ചാൽ ഗരീബ് കല്യാൺ ദാരിദ്ര്യ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയും, ഈ കാശ് മാത്രമേ അതിന് ഉപയോഗിക്കൂ. ഇപ്പം ബിജു നേരത്തെ പറയും, ബഹുമാനപ്പെട്ട MP പറഞ്ഞതും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. കള്ളപ്പണം മാത്രം എടുത്തിട്ട് ഗരീബികളെ സഹായിക്കുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നരേന്ദ്രമോദിയെ ഫോക്കസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കാണുന്നില്ല. അദ്ദേഹത്തെ എതിർക്കുക എന്നുള്ള ഏകദിന പരിപാടി അത് മാത്രമാണ് ചെയ്യുന്നത്. ഗരീബി കല്യാണത്തിന് ക്ഷേമത്തിന് വേണ്ടി ആണ് മിക്ക ഒരു 10-15 പദ്ധതികളെങ്കിലും ഗരീബി ക്ഷേമത്തിന് വേണ്ടിയിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്ന, ഇപ്പം ലാല് പറഞ്ഞതുപോലെ 30,000 കോടിയോ അല്ലെങ്കിൽ പണത്തിന്റെ അളവ് അവിടെ മാറ്റി ഒഴുകുന്നത്. എല്ലാ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന പരിപാടികളൊക്കെ അടിസ്ഥാന വർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, എന്റെ സംശയം ഇതാണ്, നിങ്ങൾ ഒരു സൈഡിൽ കൂടി ഇന്ന് പറഞ്ഞിരിക്കുന്നു ഈ കള്ളപ്പണം മുഴുവൻ എല്ലാവർക്കും അവരെ പ്രോസിക്യൂട്ട് ചെയ്യില്ല, അവർക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാം, അതിൽ ഇത്രയധികം ടാക്സ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേസമയം ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ കള്ളപ്പണം പിടിച്ചു എന്നും പറയുന്നു. ഈ കള്ളപ്പണം പിടിക്കുക അവർക്ക് അവര് ബാങ്കിൽ കൊണ്ടുപോകുന്ന വഴിക്കാണെന്ന് അവർ തന്നെ അവകാശപ്പെട്ടാൽ നേരത്തെ ഈ മഹേഷ് ഷായുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇവർക്കൊക്കെ രക്ഷപ്പെടാമല്ലോ.
നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ, പിടിച്ചോണ്ടിരിക്കല്ലേ. ഇത് പിടിക്കുന്നവർക്കൊക്കെ രക്ഷപ്പെടാം. അവർ പറയുകയാണ് ഞങ്ങൾ ബാങ്കിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് ഇടാൻ വേണ്ടി. ഒരാളെ കിട്ടിയ ഉടനെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? അത് നടപടിക്രമങ്ങളല്ലേ. ഈ നടപടിക്കൊരു ലോജിക്കില്ല. പഴയതുപോലെയല്ല, വളരെ അതിവേഗം കാര്യങ്ങൾ പിന്നെ നടക്കുക. എടുത്തുചാട്ടമാണ്. ഇങ്ങനെ അതിവേഗം എന്നുള്ളതിനെ നമ്മൾ പറയുക എടുത്തുചാട്ടം എന്നാണ്. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ല, അവിടെ പരിശോധന നടത്തിയല്ലോ, നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്നിട്ട് എന്ത് ചെയ്തു? ആരെ പിടിച്ചു ജയിലിലിട്ടു? ജയിലിടാൻ പിടിച്ച ഉടനെ ജയിലിടാൻ പറ്റുമോ? ഏത് ലോകത്താണുള്ളത് ഇത്? പരിശോധന ഞാൻ ചോദിച്ചത്, ആ കല്യാണം നടന്നത് 500 രൂപയും 1000 രൂപയും പിൻവലിച്ചതിന് ശേഷമാണ്. ഈ 500 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ 2000 രൂപ നരേന്ദ്രമോദി ഇറങ്ങി വന്നിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഉദ്യോഗസ്ഥന്മാരെ ചോദിക്കുന്നത് അതൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതൊക്കെ പിടികൂടും. ജയിലിൽ കിടക്കേണ്ട ആളാണെങ്കിൽ ജയിലിൽ കിടത്തും. അതിനൊന്നും യാതൊരു പിന്നെ ഇത് വരുന്നില്ല. ഏതായാലും രാഹുൽ ഗാന്ധി മോഹിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി വൃഥാവിൽ മോഹിപ്പിക്കില്ല. എന്തോ മോഹിപ്പിച്ച ഭൂമി കുലുക്കാൻ പോവാ. ഞാൻ സംസാരിച്ച ഭൂമി കുലും അല്ല സംസാരിക്കാൻ. നരേന്ദ്രമോദിയാ പറഞ്ഞത്. നരേന്ദ്രമോദിയാ പറഞ്ഞ അക്കൗണ്ട് വെളിപ്പെടുത്തിയാൽ കോൺഗ്രസ് ഞെട്ടുമല്ലോ. 3 കൊല്ലമായി. ഒന്ന് ഞെട്ടിക്കേ. ഞങ്ങൾ കാത്തിരിക്കുക. സുപ്രീം കോടതി പറഞ്ഞു ലിസ്റ്റ് ഒരു കാരണവശാലും. സുപ്രീം കോടതിയല്ല, അന്ന് ഞങ്ങൾ ഇരട്ട നികുതി ഒഴിവാക്കൽ നിയമം അനുസരിച്ച് 2 രാജ്യങ്ങൾ തമ്മിൽ ധാരണ ഇത് പുറത്തുവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞേ? പുറത്തു വിടാത്തത് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് പറഞ്ഞത്, സുപ്രീം കോടതി അല്ല. കേന്ദ്ര ഗവൺമെന്റ് ബിജു ഡൽഹിയിലുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാം. സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT പിന്നെ രൂപീകരിച്ചു. സർക്കാർ, മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭ യോഗമാണ് കള്ളപ്പണം ചോദിച്ചത്. ആ കമ്മിറ്റി സുപ്രീം കോടതി ചോദിച്ചത് പുറത്തു വിട്ടാൽ എന്താണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ ഞാൻ കൂടെ നടപടി പറയുകയാണ്. അതായത് സുപ്രീം കോടതി ആ പേരുകൾ പുറത്തുവിടുന്നതിന് എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചത്. കുഴപ്പം നരേന്ദ്രമോദിക്കല്ല, സുപ്രീം കോടതി പറഞ്ഞു വേണ്ട പുറത്തുവിടണ്ടാന്നോ? ഇപ്പൊ പുറത്തുവിടാൻ പാടില്ല. അതല്ല, അത് സർക്കാർ അതിനകത്തൊരു നിലപാട് എടുത്തപ്പോഴാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു നിലപാട് എടുത്തത്. സർക്കാരിന് അങ്ങനെ ഒരു പിന്നെ ഒരു താല്പര്യമില്ല. കള്ളപ്പണം എവിടെ കണ്ടാലും പിടിക്കുക, പിടികൂടുക, ഈ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാക്കി. ഈ കള്ളപ്പണം നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നതാണ് അതൊന്നും ഇപ്പം ഈ നിങ്ങളിപ്പോ അവസാന നിമിഷത്തിൽ ഈ ചർച്ചക്ക് കൊണ്ടുവച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചറിയാ? ഇതൊക്കെ അതിനൊക്കെ സംവിധാനം ഉണ്ടല്ലോ. എത്ര ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ. ഞാൻ ഒരു ചോദ്യം കൂടി ഇപ്പൊ ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ചോദിച്ചിട്ട് മറ്റതിലേക്ക് കൂടെ ഒന്ന് പോവാം. 2.5 വർഷമായി ആദായ നികുതി വകുപ്പും 70 വർഷമായി ബിജു, 70 വർഷമായി നമ്മുടെ സ്വാതന്ത്ര്യം കയ്യിലല്ലേ. 70 വർഷം കൊണ്ടുണ്ടാക്കിയതായത് ഏത് സമാന്തര സമ്പദ്ഘടന. അതിനെതിരെ ശക്തമായ നടപടി അതൊന്നും ചില ആർക്ക് ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയല്ലേ, പാവപ്പെട്ടവർ കള്ളപ്പണക്കാർ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് പോയാൽ നിങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ട് പാർലമെന്റ് കഴിഞ്ഞ ഉടനെ എങ്ങോട്ടാ പോയത് രാഹുൽ ഗാന്ധി? പ്രധാനമന്ത്രിയെ കാണാൻ. എന്താ പ്രധാനമന്ത്രിയെ കണ്ട് പറഞ്ഞത്? ഞാൻ തമാശ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നോണ്ട് വിവരക്കേട് പറയരുത്. പ്രധാനമന്ത്രിയെ കണ്ട് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? പുറത്ത് പറഞ്ഞത് രാഹുൽ ഗാന്ധി പുറത്ത് പറഞ്ഞത് കർഷകരുടെ പ്രശ്നം. രാഹുൽ ഗാന്ധി കള്ളം പറയുമല്ലോ, അതല്ലേ അങ്ങ് പറയുന്നത്. ബിജെപി രാഹുൽ ഗാന്ധി വിശ്വസിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തമാശയാണ്. അതാണ് ഞാൻ ഊഹിക്കുന്നത്. അപ്പൊ കുഞ്ഞിക്കണ്ണൻ വിഡ്ഢികളുടെ സ്വർഗത്തിൽ അങ്ങനെ പറഞ്ഞോളൂ. പ്രധാനമന്ത്രിയോട് രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ ഊഹിച്ചു. കോൺഗ്രസ്സുകാരെ എതിർക്കുമ്പോ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കും. ശ്രീ ഉണ്ണിത്താൻ, അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയോട് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞിട്ടുണ്ടാകുക? ഈ പ്രധാനമന്ത്രി എന്ത് മറുപടിയാണ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ടാകുക? അത് അങ്ങക്ക് എന്താണ് ഊഹം? എനിക്കൊരു
ഇല്ലല്ലോ. ഇത് വളരെ പരസ്യമായ കാര്യമാണ്. ഇന്ത്യയിലെ കർഷകരുടെ പ്രതിനിധികളുമായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോയത്. ഏത് കർഷകനാ ഒരുമിച്ച് അദ്ദേഹം പറയട്ടെ, ഏത് കർഷകനാ ഒരുമിച്ച് ഉണ്ടായിരുന്നത്? പറയട്ടെ, അദ്ദേഹത്തോടൊപ്പം ഗുലാം നബി ആസാദ് ഉണ്ടായിരുന്നു, ഗുലാം നബി അദ്ദേഹത്തോടൊപ്പം മല്ലികാർജുന ഖാർഗെ ഉണ്ടായിരുന്നു. എന്ത് കൃഷി? ഇവരൊക്കെ എന്ത് കൃഷിയായിരുന്നു? ഞാൻ പറയട്ടെ, രാഷ്ട്രീയ കൃഷി. പാർട്ടിയുടെ രാഷ്ട്രീയ കൃഷി ഏറ്റവും കൂടുതൽ നടത്തുന്നത് രാഷ്ട്രീയ നരേന്ദ്രമോദിയാണ്. രാഷ്ട്രീയ കൃഷി 5000 കോടി രൂപയാണ് കോർപ്പറേറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോഡിക്ക് ചെലവാക്കിയത്. ആര് പറഞ്ഞു? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൃഷിക്കാരൻ നരേന്ദ്രമോദിയാണ്. അല്ലെന്ന് ആർക്ക് പറയാം? ഞാൻ ചോദിക്കട്ടെ, അത് ഇതിന് മറുപടി നേരത്തെ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആരോപണം ഉന്നയിക്കുന്ന സമയമാണ്. ആരോപണം ഉന്നയിക്കുകയാണ് എന്നാണ് അദ്ദേഹം നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ ബിജു പറഞ്ഞ പോലെ നാണമില്ലേ അംബാനിയുടെ പരസ്യത്തിൽ പോയി അങ്ങേർക്ക് നിൽക്കാൻ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഏത് പ്രധാനമന്ത്രി ഒരു കോർപ്പറേറ്റിന്റെ പരസ്യത്തിൽ പോയി പല്ലിളിച്ച് കാണിച്ചു നിന്നിട്ടുള്ള പറ? ശ്രീ ഉണ്ണിത്താൻ, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ പറഞ്ഞ കാര്യത്തിന് ശ്രീ ഉണ്ണിത്താൻ രാഹുൽ ഗാന്ധി തെളിവ് കൊണ്ടുവരും എന്നാണ് രാജ്യം കോൺഗ്രസ് എങ്കിലും കുറഞ്ഞപക്ഷം പ്രതീക്ഷിക്കുന്നത്. അക്കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു തന്നെ വിശ്വസിക്കുകയാണ് ഇപ്പോൾ? ഒരു കളിത്തോക്ക് പോലും ഇല്ല ലാലെ, കളിത്തോക്ക് പോലും ഇല്ല. എന്നിട്ട് വേണ്ട ബോംബ്? കുഞ്ഞിക്കണ്ണൻ ചുമ്മാ ഇരുന്നവരത് പറയല്ലേ? രാഹുൽ ഗാന്ധി പിന്നെ എന്താ പൊട്ടിക്കാത്ത? പൊട്ടിക്കേണ്ട സമയത്ത് എവിടെ പൊട്ടിക്കേ? ഈ സമയല്ലേ പറയണ്ടേ? ഈ സമയത്തല്ലേ പൊട്ടിക്കേ? ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ പ്രധാനമന്ത്രി എന്ത് ചെയ്യണമെന്ന് ലാലാ തീരുമാനിക്കുന്നത്. അപ്പൊ കുഞ്ഞിക്കണ്ണാണോ തീരുമാനിക്കുക? രാഹുൽ ഗാന്ധി രാഹുൽ പറയരുതായിരുന്നു അങ്ങനെ. ഞാൻ പ്രസംഗിച്ചാൽ നരേന്ദ്രമോദി വിറക്കും, ഭൂമി കുലുങ്ങും. ഒരു ചുക്ക് സംഭവിച്ചില്ല. രാഹുൽ ഗാന്ധി വിളിച്ച് കുഞ്ഞിക്കണ്ണന്റെ ചെവിയിലല്ലോ പറഞ്ഞത്, പരസ്യമായിട്ട് പറഞ്ഞു. പരസ്യമായിട്ടാണ്. പിന്നെ അപ്പൊ ചോദിക്കേണ്ട ആളുകളെല്ലാം എന്താണ് ബോംബ്, എന്താണ് ബോംബ് എന്ന് പറയണ്ടേ? ഇപ്പൊ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കേക്ക് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി രാഹുൽ ഗാന്ധി പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. നാളെ ഇത് എന്തെങ്കിലും പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി നമ്മളുമൊക്കെ ചോദിക്കുമല്ലോ, എന്തിനെങ്ങനെ പറഞ്ഞത്? പ്രഖ്യാപിച്ചിരിക്കും. അത് നരേന്ദ്രമോദിയെ പോലെ. ഏറ്റവും അവസാനം ഈ ചർച്ചയിൽ ശ്രീ പി കെ ബിജു, അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കാര്യമാണല്ലോ ഈ തെളിവ് നിരത്താൻ പോകുന്നത്. ഈ കാര്യത്തിൽ ചില സൂചനകൾ മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ്. ഈ ദൈനിക് ജാഗരൺ പോലെയുള്ള പത്രങ്ങളിൽ വന്ന കാര്യങ്ങൾ, അതുപോലെ BJP-യുമായി അടുത്ത ബന്ധങ്ങൾ ഉള്ള ആളുകൾക്ക് ഈ വിവരങ്ങൾ നേരത്തെ ചോർത്തി കിട്ടി എന്നുള്ളതിന്റെ അതെ, ഇത്തരത്തിൽ കൽക്കത്തയിലെ അപ്പൊ ഇങ്ങനെയുള്ള സൂചനകൾ നേരത്തെ വന്നതാണല്ലോ ശ്രീ പി കെ ബിജു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ അഴിമതിയുടെ കഥകൾ ശക്തമായി ക്രോഡീകരിച്ച് ഈ രാഷ്ട്രീയ വിഷയമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണോ നിങ്ങളുടെയൊക്കെ തീരുമാനം? ലാലെ, ഇവിടെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് അഴിമതി പറഞ്ഞാൽ വലിയ കുഴപ്പമാകുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാണ്. സഹാറ കേസിൽ 50 കോടി രൂപയുടെ അഴിമതി പറഞ്ഞു. ഇല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളാൻ അദ്ദേഹം നിയമസഭയിൽ തന്നെ പറഞ്ഞു. ഒന്നും ചെയ്തില്ലല്ലോ മോദി. അതുപോലെ ധാരാളം കാര്യങ്ങൾ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ ഡൽഹിയിലെ പത്രങ്ങളിൽ വന്നത്, ഈ പേയ്മെന്റ് ബാങ്കുകൾ തുടങ്ങാൻ നരേന്ദ്രമോദി നോട്ട് നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി വിവരം പങ്കുവെച്ചു, അങ്ങനെ രാജ്യത്ത് അതിനുള്ള തുടക്കം കുറിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതുപോലെ നോട്ട് നിരോധനം അതിനു മുമ്പ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഇതിന്റെ വിവരം ചോർത്തിക്കൊടുത്ത്, അതാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഭരണഘടനാ ബെഞ്ചിൽ വിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. ഇത് വെറുതെ കൈ അയച്ച് മോദിയും സർക്കാരിനെ വിടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഭരണഘടനാ ബെഞ്ചിൽ വെച്ചിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രതിഷേധം കൂടുതൽ ശക്തമായി രാജ്യത്ത് തുറന്നുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെ കൊല്ലുന്ന ഈ സമീപനത്തിന് മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി എന്തായാലും നവംബർ 8 കഴിഞ്ഞുള്ള 40-ാം ദിവസത്തിലേക്കാണ് ചേർന്ന് സമയത്തിന്റെ പ്രധാനമന്ത്രി 50 ദിവസം എനിക്ക് തരണം, അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കഴിവിലേറ്റിക്കൊള്ളാനാ പുള്ളി പറഞ്ഞിരിക്കുന്നത്. പുള്ളിയുടെ വാചകം ഞാൻ കടമെടുത്തി. അപ്പൊ 50 കഴിഞ്ഞാൽ കുഞ്ഞിക്കണ്ണ 50-ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ പുള്ളിയെ കഴിവിലേറ്റാം. എന്തായാലും 50 ദിവസം കഴിയുമ്പോഴുള്ള വിചാരണകൾ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഈ കാര്യത്തിൽ ജനങ്ങൾ നോക്കും. ഈ കാര്യം എന്തായാലും ജനങ്ങളുടെ മുമ്പിലുണ്ട്. അവരാണ് ഇത് അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ പി കെ ബിജു, ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.